തൃശൂൽ, അയ്യോ എന്താ ഇത്? രക്തം വരുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. നോക്കട്ടെ, കൈ കാണിക്കും. താങ്ക്സ് ശിവാനി. താങ്ക്സ് നിന്നോടല്ല, ആ ജീപ്പിനോട് പറഞ്ഞതാ. ആ ബ്രേക്ക് കംപ്ലൈന്റ് ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. നിനക്കെന്നോട് പ്രണയം തോന്നുമായിരുന്നു. എന്നുവെച്ചാ ജീപ്പ് കേടായത് നല്ലതായി എന്നാണോ? അത് സംഭവിച്ചത് നല്ലതല്ല, പക്ഷെ റിസൾട്ട് നല്ലതായിരുന്നില്ലേ? സത്യം പറ തൃശൂൽ, ഇതൊക്കെ നീ വേണമെന്ന് വെച്ച് ചെയ്തതാണോ? എന്നുവെച്ചാ വണ്ടി കേടാക്കിയിട്ട് എന്നെ രക്ഷിക്കുന്നത് പോലെ അഭിനയിച്ചതാണോ നീ? എന്റെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തതാണോ ഇതെല്ലാം? അയ്യോ ശിവാനി, അങ്ങനെയൊന്നുമല്ല. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. നീ വേണമെന്ന് വെച്ച് തന്നെ ഇതൊക്കെ ചെയ്തത്. നോക്ക് തൃശൂൽ, ഒരു കാര്യം നീ ഓർത്തോ, ഈ നാടകമൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഡോക്ടറെ കണ്ടിട്ട് പോയാ മതി. കഴിഞ്ഞോ അവന് സേവ ചെയ്ത്? ഞാൻ തോൽക്കുന്നത് നിനക്ക് വലിയ ഇഷ്ടമാണല്ലേ? നീ എന്നെ സഹായിക്കാൻ വന്നതല്ല, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ത്രിവിക്രം, നീ മനസ്സിലാക്ക, എന്റെ ഉദ്ദേശം തന്നെ വേറെയാണ്. നീ തോൽക്കുന്നതും എനിക്കിഷ്ടമല്ല. നീ ജയിക്കണം. എന്നാൽ തൃശൂലിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു? അല്ല, അവനോട് നിനക്കെന്താ ഇത്ര സ്നേഹം? അവൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവനെ കൊല്ലുന്നത് നീ എന്തിനാ തടയുന്നേ? ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. മായാദ്വീപിലേക്ക് നീ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് അവനെ വെറുതെ വിട്ടു. ഓരോ തവണ ഞാൻ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും നീയാണ് തടഞ്ഞത്. എന്തിനാ അത്? നീ അറിയേണ്ട കാര്യമല്ല അത്. എന്തുകൊണ്ട് അറിയണ്ട? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്റെ ലൈഫിലെ എല്ലാ സീക്രട്ടും ഞാൻ പറഞ്ഞിട്ടില്ലേ? നീയും പറയണം. നിന്റെ മനസ്സിനകത്തുള്ളതെല്ലാം എനിക്ക് അറിയണം. പറയുമായെങ്ങനെ? നോക്ക് ത്രിവിക്രം, ഞാൻ തൃശൂലിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശിവാനിക്ക് അവന്റെ മേൽ സഹതാപം തോന്നി തുടങ്ങും. നിന്നോടല്ല. ശിവാനിക്ക് നിന്റെ മേൽ പ്രതികാരവുമാവും. അതുകൊണ്ടാണ് ഞാനത് തടഞ്ഞത്. ഈ കാരണം കൊണ്ടാണല്ലേ? അതെ. സംശയമാണോ? സംശയമാണോ? നോക്ക് ത്രിവിക്രം, നീ ഇനി ഒരു തവണ കൂടി തൃശൂലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ നീ മായാങ്കനയുടെ മറ്റൊരു രൂപം കാണേണ്ടി വരും. അപ്പൊ നിന്റെ മുത്തശ്ശിയോടുള്ള കടപ്പാടും മണ്ണാങ്കട്ടെ പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഓർമ്മ വെച്ചോ. ആയിക്കോട്ടെ, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നോ അതുപോലെ ചെയ്. മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ജീവിതമാണല്ലോ ഇങ്ങനെ പന്താടുന്നത്. നടക്കട്ടെ. ത്രിവിക്രം, ഇപ്പൊ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. എന്നാൽ നിനക്ക് ശിവാനി എങ്ങനെയാണോ, തൃശൂൽ എനിക്ക് അങ്ങനെയാണ്. നിന്നെ എങ്ങനെ സഹായിക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. മധുമതി, എന്തു പറ്റി മോളെ? എന്താ നീ വല്ലാതിരിക്കുന്നത്? എന്താ കാര്യം? അത് ഒന്നുമില്ലമ്മേ. തൃശൂലും ശിവാനിയും എത്ര മണിക്ക് വരുമെന്നെങ്ങാനും അമ്മയോട് പറഞ്ഞിരുന്നോ? അമ്പലത്തിൽ പോയിരിക്കുമല്ലേ, അവരിങ്ങി വന്നോളൂ. എന്തു പറ്റി? അവരെങ്ങാനും ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ? കൊച്ചമ്മ എവിടെ? മോമകത്ത് പണിയിലാണ്. എന്തു പറ്റി? തൃശൂല് മോളെ എങ്ങാനും ഫോൺ ചെയ്തിരുന്നോ? ഫോണെന്തിനാ? ഞാൻ വന്നില്ലേ? അയ്യോ, എന്താ ഇത്? നിന്റെ കയ്യിലൊക്കെ എന്താ?
എന്റെ അമ്മ. എന്ത് പറ്റി ബ്രോ? ഏയ് ഒന്നുമില്ല, വെറുതെ കെട്ടിവെച്ചതാ. ചുമ്മാ കള്ളം പറയണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന്. നിനക്ക് ഒരുപാട് മുറിവൊന്നും പറ്റിയില്ലല്ലോ? അയ്യോ ഇല്ലമ്മേ, ഞാൻ അമ്പലത്തിലൊരു തേങ്ങ ഉടച്ചായിരുന്നു. അതിന്റെ ഒരു പീസ് കൈ കൊണ്ട് മുറിഞ്ഞതാ, വേറൊന്നുമില്ല. തേങ്ങയുടെ പീസ് കൊണ്ട് ഇങ്ങനെ കൈ മുറിയോ? എനിക്ക് തോന്നുന്നില്ല. ശിവാനി, എന്താ മോളെ നീയും വല്ലാതിരിക്കുന്നത്? അതൊന്നുമില്ല. അത് ജീപ്പ് ഇങ്ങനെയൊക്കെ ആയല്ലോ, അതിന്റെ പേരിൽ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല ശിവാനി? ഭാഗ്യം, ദൈവം വലിയവനാ. ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. ചെല്ലു മോനെ, നീ പോയി റെസ്റ്റ് എടുക്ക. ശരി മുത്തശ്ശി. തൃശൂൽ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാമേ? നിങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയായിരുന്നോ? അതൊന്നും അങ്ങനെ ചോദിച്ചേ. ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയണ്ട. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അങ്ങനെയൊന്നും ഇല്ല എന്റെ അമ്മേ. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. അല്ല അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് പരസ്പരം ഒരു സ്നേഹം ഇല്ലാത്തതുപോലെ. ശിവാനിയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവും കാണുന്നുമില്ല. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അമ്മേ. അവള് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. മനസ്സുകൊണ്ട് ചിരിക്കുന്നതിലും മറ്റൊരാളെ കാണിക്കാനായി ചിരിക്കുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട് മോനെ. ശിവാനി വെറുതെ സന്തോഷം അഭിനയിക്കാന്നാ തോന്നുന്നേ. ഹേയ്, അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് വെറുതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാൻ തോന്നുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വരാൻ സമ്മതിക്കുമായിരുന്നോ? അമ്മ തന്നെ പറ. സത്യമായിട്ട് ഞങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയെന്നേ. ഞാൻ എന്തിനതൊക്കെ ചോദിക്കുന്നതെന്ന് അറിയോ നിനക്ക്? സ്വാമിജി പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ വീടിനൊരു ദോഷം വരുന്നത് എനിക്ക് സഹിക്കില്ല തൃശ്ശൂർ. ഓ അമ്മ, എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്നേ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട, സമാധാനായിട്ടിരിക്കും. അമ്മേ, അമ്മയ്ക്ക് തോന്നിയ സത്യം തന്നെയാ. എൻ്റെ ശിവാനിയുടെ ദാമ്പത്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാലത് നിങ്ങളോട് പറയാനും പറ്റില്ല. എന്നോട് ക്ഷമിക്കമ്മേ. അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ടും എന്തുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വേറെന്തെങ്കിലും ദോഷം ഉണ്ടായിരിക്കോ? അതും ഒന്ന് അറിയണം. ശിവാനി, ശിവാനി, വീട്ടുകാരുടെ മുമ്പിൽ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറുന്നേ? നോക്ക്, നീ എന്നോട് ശരിക്കും സംസാരിക്കുന്നില്ല, എന്റെ മേലെ ദേഷ്യം കാണിക്കുന്നു, എല്ലാം ശരി തന്നെയാ. പക്ഷെ വീട്ടുകാരുടെ മുമ്പിൽ അങ്ങനെയൊന്നും പെരുമാറാൻ നിൽക്കല്ല ശിവാനി. അതിനിപ്പോ എന്താ സംഭവിച്ചേ? അമ്മയ്ക്ക് നമ്മുടെ കാര്യത്തിലൊരു സംശയം വന്നിട്ടുണ്ട്. എന്നോട് ഇപ്പൊ എന്തൊക്കെ ചോദിച്ചോന്നറിയോ നിനക്ക്? എന്തൊക്കെയോ കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നു. അത് നിനക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ശിവാനി, നിന്റെ മനസ്സിലുള്ള ദേഷ്യം നീ എന്നോട് കാണിച്ചോ? വീട്ടുകാരുടെ അടുത്ത് എന്തിനാ? എന്നെ ശല്യപ്പെടുത്തുന്നതൊന്ന് നിർത്താവോ? ഇപ്പൊ എനിക്കൊന്നും കേക്കണ്ട. എന്തിനാ ശിവാനി ഇടയ്ക്ക് ഇതുപോലെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് പറയേണ്ടത് നീയല്ല, ഞാനാ. ഇപ്പൊ വേദന അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഞാനാ. ഓരോ നിമിഷവും ഓരോ ദിവസവും ഒരു ശത്രുവിനൊപ്പം ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ശിവാനി, ഞാൻ നിനക്ക് ശത്രുവാണോ? സ്നേഹം എന്തായാലും ഇല്ല, അത് മനസ്സിലായിക്കോ. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. ദൈവം എന്നെ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. സമാധാനത്തോടെ ജീവിക്കായിരുന്നു. നീ വന്ന് എന്റെ കഴുത്തിലെ താലി കെട്ടി അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നീ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും എന്തിനാണ് നിന്റെ കൂടെ സൗഹൃദം ഞാൻ വളർത്തിയതെന്നും.
എല്ലാം എന്റെ മാത്രം തെറ്റാ. നീ എന്റെ പുറകെ എങ്ങനെ നടന്നപ്പോഴും നിന്റെ പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തിയപ്പോഴും പാവമല്ലേന്ന് വിചാരിച്ച നീ ചെയ്തതെല്ലാം ഞാൻ സഹിച്ചത്. നിന്റെ കുട്ടിക്കളിയായിട്ട് മാത്രം ഞാൻ ഇതെല്ലാം കണ്ടത്. അതാ ഞാൻ ചെയ്ത വലിയ തെറ്റ്. സ്നേഹിതനായതുകൊണ്ട് സൗഹൃദം വളർത്തുമെന്നാ ഞാൻ കരുതിയത്. എന്നാ നീ അതിന് പ്രണയത്തിന്റെ നിറം കൊടുത്ത് എന്നെ സ്നേഹിച്ചു. അല്ല ശിവാനി, ഞാൻ വെറും സ്നേഹമല്ല ആഗ്രഹിച്ചേ, നിന്റെ പ്രണയമായിരുന്നു ആഗ്രഹിച്ചത്. അത് കിട്ടില്ലെന്ന് നിനക്കറിയില്ലായിരുന്നോ? പിന്നെ എന്തിനാ വാശി പിടിച്ചത്? എന്തിനാ എന്റെ ജീവിതം ഇല്ലാതാക്കിയത്? ഇല്ല ശിവാനി, നിന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ വിടാൻ പറ്റില്ല എനിക്ക്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാ. ഇത് ജീവൻ മരണ പോരാട്ടമൊന്നും അല്ല തൃശൂൽ, ഇത് ജീവിതത്തിന്റെ പോരാട്ടമാണ്. കല്യാണം എന്ന് പറയുന്നത് നിനക്ക് കുട്ടിക്കളിയായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാലേ നിനക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ശിവാനി, നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ റൂമിന്റെ വെളിയിൽ തന്നെ നിന്നോളൂ. അതിലെ കാര്യമില്ല, നീ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോണം, അപ്പോഴേ ശരിയാവും. ശിവാനി പ്ലീസ് തൃശൂർ, കുറച്ചു നേരം നീ എന്നെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കേ. ഞാനത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? സ്നേഹം ഒട്ടുമില്ല, അത് മനസ്സിലാക്കിക്കും. എനിക്കിതിൽ നിന്നൊരു മോചനം തരൂ. ശിവാനി, ഞാൻ നിന്റെ അടുത്ത് എന്റെ പ്രണയം എത്ര തവണ അറിയിക്കാൻ വേണ്ടി വന്നപ്പോഴും നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഒന്നും തന്നെ പറയുന്നില്ല. എന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അതെല്ലാം ഞാൻ ഇതിൽ നിനക്ക് എഴുതി തരാം. ഇത് വായിച്ചിട്ടെങ്കിലും നിനക്ക് എന്റെ യഥാർത്ഥ പ്രണയം എന്താണെന്ന് മനസ്സിലാവട്ടെ. ശിവാനി, ആ മുത്തശ്ശി, കൈ കാണിച്ചേ. കയ്യോ? എന്തിനാ? കാണിക്കാനല്ലേ പറഞ്ഞത്? കയ്യില് ഒരു ചരട് കെട്ടാൻ വേണ്ടി തന്നിരുന്നില്ലേ? എന്നിട്ട് അതെവിടെ? ചരട് കെട്ടാൻ വേണ്ടിയല്ലേ നിനക്ക് തന്നത്? തൃശൂലിനെ കൊണ്ട് കെട്ടിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ? എന്നിട്ട് മറന്നുപോയോ? മുത്തശ്ശി, അത് എന്താ മോളെ നീ മറന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, ഇത് നീ കയ്യിൽ കെട്ടിയില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ആയുസ്സിനും നിനക്കും വലിയ ദോഷം സംഭവിക്കുമെന്ന്. ഞാൻ കെട്ടിക്കൊള്ളാം മുത്തശ്ശി. എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇങ്ങത്താ, കൈ കാണിച്ചേ, ഞാൻ തന്നെ കെട്ടിത്തരാം. മുത്തശ്ശി, അത് എന്തുപറ്റി? ഇത് കൈ കെട്ടാൻ നിനക്ക് ഇഷ്ടമില്ലേ? തൃശൂലിനൊപ്പം ജീവിക്കാനും നിനക്കൊട്ടും ഇഷ്ടമല്ലേ? പറയ് ശിവാനി. ശിവാനി, ഞാൻ ഓരോ തവണ നിന്റെ അടുത്ത് എന്റെ പ്രണയം പറയാൻ വരുമ്പോഴും നീ എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിപ്പിക്കും. അതുകൊണ്ട് ഈ തവണ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഈ കത്തിൽ ഞാൻ എഴുതി വെക്കാം.
ഈ കത്ത് വായിച്ചാലെങ്കിലും എന്റെ പ്രണയം നിനക്ക് മനസ്സിലാവട്ടെ, അതിന്റെ ആഴം നിനക്ക് മനസ്സിലാവട്ടെ. പ്രിയപ്പെട്ട ശിവാനിക്ക്, നിന്നെ ആദ്യത്തെ തവണ കണ്ടപ്പോൾ തന്നെ നിന്നോട് എനിക്ക് പ്രണയം തോന്നിയതാ. നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാ മുതലാളിയുടെ പേരും പറഞ്ഞ് ഓരോ തവണയും നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നുകൊണ്ടിരുന്നേ. നീ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു, പ്രണയത്തോട് തന്നെ സംസാരിച്ചു. എനിക്ക് എത്രയോ തവണ നമുക്കിടയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നറിയോ? പക്ഷേ ഞാനത് നിന്നോട് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വിഷമം തോന്നുമായിരുന്നു, ഹൃദയം പൊട്ടുന്നത് പോലെ. പിന്നീട് എന്തുണ്ടായെന്ന് നിനക്ക് തന്നെ അറിയാലോ. നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. എന്നാൽ നിന്നെ ഞാൻ താലി കെട്ടിയതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ വേസ്റ്റായിപ്പോയി. ഞാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെ വിശ്വസിച്ചോ അതൊക്കെ ഒരു തോന്നലായിട്ട് മാത്രം നിൽക്കാം. നിന്റെ മനസ്സ് മാത്രം മാറിയിട്ടില്ല. ശിവാനി, നിന്റെ അടുത്ത് 3 ദിവസത്തെ സമയം ചോദിച്ചു. ആ സമയത്തിനുള്ളിൽ നിന്റെ മനസ്സിനെ എങ്ങനെയും മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇനി ബാക്കിയുള്ളത് 1 ദിവസം മാത്രമാ, അത് നാളെയാ. നാളെയും കഴിഞ്ഞു പോയാൽ ഞാൻ ഈ ചലഞ്ചിൽ തോറ്റുപോകും. പിന്നെ നീ തൃശൂലിന്റെ മനസ്സിൽ ഇടം പിടിച്ചവളാ നീ. എന്നിട്ട് അവനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? ശിവാനി, ഈ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമമായോ? പക്ഷേ നീ ചരട് കെട്ടാത്തതുകൊണ്ട് എനിക്ക് വിഷമമായില്ലേ മോളെ? അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്.